ഹായ് മച്ചാമാരെ, ഒരു ഇന്നോവ കൊടുക്കണം കേട്ടോ, ഫുൾ ഓപ്ഷൻ വണ്ടി. ചേട്ടാ നമസ്കാരം. നമസ്കാരം. വീണ്ടും വന്നല്ലേ? വീണ്ടും പേരെന്ന് പറഞ്ഞല്ലേ? സിജോ. സിജോ. ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ പുറകിൽ. നമ്മളിപ്പം ഇത് രണ്ടാമത്തെ വണ്ടിയല്ലേ ചെയ്യുന്നത്? ഇത് രണ്ടാമത്തെ വണ്ടി. ഇതിനു മുമ്പ് നമ്മുടെ ഫോർച്യൂണർ എന്നായിരുന്നു ചേട്ടാ? അങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? ഫോർച്യൂണർ ഫസ്റ്റ് കസ്റ്റമർ തന്നെ വന്നിട്ട് കൊണ്ടുപോയി വണ്ടി. നീറ്റ് വണ്ടി ആയിരുന്നോ അത്? ഫസ്റ്റ് ടെസ്റ്റ്, രണ്ടാമതൊരു ഫസ്റ്റ് കസ്റ്റമർ തന്നെ ഉണ്ട്. നമ്മൾ പറഞ്ഞു കളിക്കാനുണ്ട്. കൊണ്ടുപോയല്ലേ? എങ്ങോട്ടാ വണ്ടി പോയത്? ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഞാൻ ചെയ്തു കൊടുത്തല്ലേ? വണ്ടി എങ്ങോട്ടാ പോയത്? വണ്ടി തൃശ്ശൂർ പോയല്ലേ? അപ്പോൾ അടുത്ത വണ്ടി കൊണ്ടുവന്നേക്കുമല്ലേ? വിത്ത് NOC കൊടുക്കുമല്ലേ? വിത്ത് NOC അല്ല, ഞങ്ങളുടെ പേരിൽ ഇവിടുത്തെ കേരള നമ്പർ ആക്കിയിട്ട് അവരുടെ പേരിൽ കൊടുക്കുക. ഇത് മോഡൽ ഏതാ? ഇത് 2013 സെക്കൻഡ് ഓണർ വണ്ടിയാ. ജെനുവിൻ വണ്ടിയാ. വണ്ടി കാണുന്നതിന് അറിയാം. ജെനുവിൻ വണ്ടി എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ പോയി ഒരു 10-12 വണ്ടി നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് വണ്ടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തിട്ട് വന്നേക്കണതാ. അന്നല്ലേ അത്ര നന്നായിട്ട് നോക്കിയേക്കണ വണ്ടിയാണ്. ഏറ്റവും ഹൈലൈറ്റ് ഉണ്ട് ഇതിന്റെ പെയിന്റാ. എനിക്ക് തോന്നി വണ്ടി റീപെയിന്റ് അങ്ങനെ റീപെയിന്റ് ഇല്ല ഈ വണ്ടിക്ക്. റീപെയിന്റ് ചെയ്തിട്ടില്ല, ഇതെല്ലാം കമ്പനി പെയിന്റാ. നിൽക്കുന്ന വണ്ടിയല്ലേ? കിട്ടാൻ കുറച്ച് പറയാം എങ്ങനെ? കാരണം അത് ഞങ്ങൾ പറയാം, ഒരു 10-12 വണ്ടി നോക്കിയിട്ടാണ് ഈ വണ്ടി ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് കിട്ടിയത്. അല്ലേ? കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 180 അല്ലേ? ജെനുവിനാണ് കിലോമീറ്റർ. അല്ലേ? സാധാരണ വണ്ടിക്ക് ഞങ്ങൾ പറയാറില്ല, കാരണം നമുക്കത് ഇതങ്ങനെയല്ല, ഇത് ജെനുവിനാണ്. റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ് ഇതിനകത്ത് ഒന്നുമില്ല. റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസോ? ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ടല്ലേ? എല്ലാ വണ്ടിക്കും മാറി വിടുന്നത്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, പക്ഷെ അത് ഒറിജിനലാണ്. അല്ലേ? ആക്സിഡന്റ് ആയിട്ട് പോയേക്കണതല്ല, അത് സ്റ്റോൺ അടിച്ചിട്ട് പൊട്ടിയേക്കണം. വേറെ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല, പേസ്റ്റിംഗ് ഒന്നും പൊട്ടിച്ചിട്ടില്ല. ഇതിന്റെ എല്ലാം കമ്പനി പെയിന്റ് ആണ്. ബാക്കിൽ ഡിക്കിയുടെ അവിടെ മാത്രമുള്ള ഒരു ചെറിയ റീപെയിന്റ് വന്നേക്കണേ. ബാക്കി എല്ലാം കമ്പനി പെയിന്റാ. ഞങ്ങൾ ഇൻസ്ട്രുമെന്റ് വെച്ച് ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കണേ. ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒന്നും മാറിയിട്ടില്ല. ഹെഡ്ലൈറ്റ് എല്ലാം ഒറിജിനലാണ്. രണ്ട് ഒറിജിനലാണ്. ബാക്കിലെ ടൈൽ ലാംപ്സ് എല്ലാം ഒറിജിനലാണ്. കമ്പനി തരുന്നത് തന്നെയാണ്. വേറെ ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല. സൈഡ് മിറർ മാറിയിട്ടില്ല, ഒറിജിനലാണ്. റൂഫിൽ അങ്ങനെ ചളക്ക കാര്യങ്ങളോ ഒന്നുമില്ല. അണ്ടർബോഡി തുരുമ്പൊന്നും ഇല്ല ഈ വണ്ടിക്ക്. ടയറൊക്കെ പുത്തൻ ഇന്റർകൂളർ വണ്ടിയാണ്. മൈലേജ് ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ചുകൊണ്ടുവന്ന വണ്ടിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചുകൊണ്ടുവന്ന വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? 1600 കിലോമീറ്റർ ഉണ്ട്. 1600 കിലോമീറ്റർ ഞങ്ങൾ രണ്ടുപേരും മാറി ഓടിച്ചിട്ടുവന്ന വണ്ടിയാണ്. അത്ര ഇതായിട്ടുള്ള വണ്ടി. ഞങ്ങൾ വണ്ടി ഓടിച്ചാ കൊണ്ടുവരുന്നത്. മൈലേജ് ഞങ്ങൾക്ക് 17 കിട്ടിയില്ലേ? 17 കിട്ടി. ഓക്കെ. ഇനി വണ്ടി മൊത്തം കാണിച്ചാട്ടോ. നോക്കിയേ, നീറ്റായിട്ടാ വണ്ടി. ബോഡിയൊക്കെ ആണെങ്കിലും പക്കയാണ്. ബാക്കിലേക്ക് വന്നാലും എവിടെ റീപെയിന്റ് പറഞ്ഞാൽ റീപെയിന്റ് ഈ ഒരു ഭാഗത്തല്ലേ? ഈ ഒരു പോർഷനിൽ അത്രേ മുകളിലേക്കില്ല. ഈ ഭാഗത്ത് മാത്രം. ഈ ഒരു ഭാഗത്താണ് റീപെയിന്റ്. ഇത്രയും ഭാഗത്തല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. മുകളിലേക്കൊന്നും വന്നിട്ടില്ല. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല വണ്ടിക്ക്. ഫുൾ ചെക്ക് ചെയ്തു. ഗ്യാരണ്ടീഡ് ആണ്. അല്ലേ? ഓക്കെ. ഈ സൈഡിലേക്ക് എന്തെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്തോട്ടെ. ഉണ്ടോ? വണ്ടി ബോഡി നീറ്റാട്ടോ, വേറെ ഒന്നും ചെയ്യാനില്ല. എടുത്തിട്ട് പോളിഷ് ചെയ്യാൻ നിൽക്കണ്ട. എടുക്കുക, ഓടിക്കാന്നേ ഉള്ളൂ. സർവീസ് ഒക്കെ പക്കയായിട്ട് ചെയ്തേക്കുന്ന. ടൈം ബെൽറ്റ് ഒക്കെ മാറിയതല്ലേ? ടൈമിംഗ് ബെൽറ്റ് എല്ലാം മാറിയതാണ്. ഇപ്പം ഞങ്ങൾ സ്റ്റിയറിംഗ് ഓയിലിൽ കുറച്ച് പഴക്കം കണ്ട കാരണം സ്റ്റിയറിംഗ് ഓയിൽ ഞങ്ങൾ ഒറിജിനൽ സാധനമായിട്ട് മാറി. ഈ ടൈം ബെൽറ്റ് മാറിയത് 150 അല്ലേ? ടൈമിംഗ് ബെൽറ്റ് മാറിയിട്ട് 30,000 കിലോമീറ്റർ കൂടി ആയിട്ടേ ഉള്ളൂ. അതൊന്നും നോക്കണ്ട. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ പുറത്തൊരു ലുക്ക് വന്നേക്കുന്നത്. ഇന്റീരിയർ കാണിച്ചു തരാം. ഇന്റീരിയറിലേക്ക് പോലെ നീറ്റായിട്ട് വണ്ടി. നോക്കിയേ, ഡാഷൊക്കെ പക്കയുണ്ട്. അതുപോലെ കമ്പനി സ്റ്റീരിയോ അല്ലേ? കമ്പനി സ്റ്റീരിയോ തരാൻ വന്നിട്ടുണ്ട്. കമ്പനി ഒറിജിനൽ സ്റ്റീരിയോ. സ്റ്റിയറിംഗ് വീലൊക്കെ നോക്കി, ഒരു ക്വാളിറ്റി അറിയാമുണ്ട്. ഫുൾ ഫംഗ്ഷനും വർക്കിംഗ് അല്ലേ? ഇത് നമുക്ക് AC ഇട്ട് നോക്കാം. അപ്പം നല്ല ചൂടാ പുറത്ത്. AC ഒക്കെ നല്ല കൂളിംഗ് കേട്ടോ. ലോങ് ഒക്കെ പോകണമെങ്കിൽ നല്ല മൈലേജ് ഉണ്ട് വണ്ടിക്ക്. അത് ചുമ്മാ പറഞ്ഞല്ല, ഞങ്ങൾക്ക് കിട്ടിയതാണല്ലോ. വണ്ടി ഇന്റർകൂളറാണ്. അത് മാത്രമല്ല, വണ്ടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന്. ഇതിന്റെ ഓണർ നന്നായിട്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തു. സമയാസമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തേക്കണ വണ്ടിയാണ്. ഡാഷൊക്കെ നോക്കി, ഒരു വര പോലും ഇല്ല. സാറിന് ഒരു വരയിലും കണ്ട അതുകൊണ്ടോ അതുപോലെ പക്കയാട്ടോ. എല്ലാം നോക്കിയോ? ഈ ഡോർപ്പാടൊക്കെ നോക്കി കണ്ടോ? അതൊക്കെ വണ്ടി വാങ്ങിച്ചപ്പോൾ ആ ഒരു വണ്ടി ചെളിയൊന്നും പറ്റിയില്ല. ഇതിലെല്ലാം നീറ്റായിട്ട് ചെയ്തേക്കുന്നത്. അത് റൂഫ്, മിക്ക വണ്ടികളുടെ റൂഫ് മൊത്തം മുഷിഞ്ഞിരിക്കും. ഇത് റൂഫ് നോക്കിയേ, അതറിയാണ്ട് ഡോർപ്പാട് കാര്യങ്ങള്, അതുപോലെ ഗിയർ നോബിന്റെ ആ ഭാഗങ്ങളൊക്കെ നോക്കി, എല്ലാം പക്കയാട്ടോ. അതുകൊണ്ട് എനിക്ക് കസ്റ്റമേഴ്സിനോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആര് വണ്ടി വേണമെങ്കിലും എടുത്തോട്ടെ, നമ്മൾ വണ്ടി എടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഇടയ്ക്ക് ഓരോ വണ്ടി എടുക്കുള്ളൂ, അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ. വണ്ടിയുടെ ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. വണ്ടിയുടെ എന്താ പറയുന്നത്, വണ്ടിയുടെ മാനുഫാക്ചറിങ് ഇയറോ അതൊന്നുമല്ല, അതൊക്കെ ആണ്. പക്ഷെ ക്വാളിറ്റി ഉള്ള വണ്ടി ആയിരിക്കണം. ഇല്ലെങ്കിൽ എത്ര മോഡൽ കൂടിയ വണ്ടിയായിട്ടാണ് കാര്യമില്ല. അതായത് വണ്ടിയുടെ വില ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റിയിലിരിക്കുന്നത്. ക്വാളിറ്റി മോഡലല്ല. ഇതിലും മോഡലുള്ള വണ്ടി ഇതിലും കുറച്ച് കിട്ടും. ഇതിലും കുറച്ച് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നല്ലോ, പക്ഷെ ഞങ്ങൾ എടുത്തില്ല അത്. ഓക്കെ.
ജെനുവിൻ വണ്ടിക്ക് വിലയുണ്ട്. ജെനുവിൻ വണ്ടിയാണ്, വണ്ടിക്ക് ക്വാളിറ്റി ഉണ്ട്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണെങ്കിൽ ആ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയാലും നമുക്കധികം പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല, കിടന്ന് ഓടിക്കോളൂ ആ വണ്ടി. ഇതൊക്കെ കൊണ്ടുവന്നിട്ട് വേറെ ചെയ്യല്ലേ വണ്ടിക്ക്? ഒന്നും ചെയ്തിട്ടില്ല, മാത്രമേ ഉള്ളൂ. ആകെ അതെ ഈ ഒരു മാറ്റ് ഞങ്ങൾ വാങ്ങിച്ചിട്ടു. വേറെ ഇതിനകത്ത് എന്താ ചെയ്യാനുള്ള വണ്ടി മേലെ ഒന്നും ചെയ്യാൻ. വണ്ടി ഒന്ന് വാഷ് ചെയ്തു, വേറെ ഒന്നുമില്ല. വാഷ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരുന്നതിന് മുമ്പ് വരെ പക്കയായിട്ട് വാഷ് ചെയ്തിട്ട് ഞങ്ങളിലോട്ട് തന്നേക്കുന്നല്ലേ. അത്രയും നന്നായിട്ട് യൂസ് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ് ഈ വണ്ടിക്ക്. അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന കീ കൂടാണ്ട് സ്പെയർ ഒരു ചാവിയും കൂടി ഉണ്ട്, 2 ചാവിയുണ്ട്. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ്, എല്ലാ മോഡും വർക്കിംഗ് ആണ്. ഓക്കെ, എല്ലാം വർക്കിംഗ് ആണ്, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വർക്കിംഗ് ആണ്. സെക്കറോയിലേക്ക് വന്നാലും നീറ്റാ വണ്ടി. റൂഫൊക്കെ നോക്കിയോ, ഒന്നും ചെയ്യില്ല കേട്ടോ, എടുക്കുക ഓടിക്കാന്നേ ഉള്ളൂ, വേറെ വണ്ടി ചെയ്യാൻ നിൽക്കണ്ട. എഞ്ചിനും ഒന്നും വാഷ് ചെയ്തിട്ടൊന്നുമില്ലോ? വാഷ് ചെയ്തിരുന്നില്ല, വന്നതിന്റെ ഇഷ്ടമല്ലേ? ഓക്കെ. ഇതാ ടൈമിംഗ് ബെൽറ്റ് മാറിയേക്കുന്നത്. ടൈമിംഗ് ബെൽറ്റ് മാറിയേക്കണ എന്റെ മീറ്റർ ഉണ്ടോ? മീറ്റർ റീഡിംഗ് ഉണ്ടോ? 1:57, 1:51. 1:51. അപ്പോൾ 30,000 കിലോമീറ്റർ എന്ന് പറഞ്ഞില്ല. ശരിയാ. 1:51 ടൈം ബെൽറ്റ് മാറിയതാ. ശരിയാണ്. ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി ഒന്നും? അതെ, ബാറ്ററി പുതിയ ബാറ്ററി. ഇതൊരു പുതിയ മെത്തേഡാണ് കേട്ടോ. അതുവരെ ആ ഓണർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയാണല്ലോ, ഞാൻ അത് വീഡിയോ കണ്ടതാ, അങ്ങനെ അത് കണ്ടു ഇപ്പോഴാണ് നേരിട്ടാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതെന്താന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞ അത് എലി കയറാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തേക്കാണ്. ഹെഡ്ലൈറ്റ് ഒക്കെ ഒറിജിനൽ അല്ലേ? മാർക്കൊന്നുമില്ല. ഓക്കെ, ഗ്രില്ലെല്ലാം ഒറിജിനലാണ് നിൽക്കുന്നത്, ഒന്നും മാറിയില്ല. അതുപോലെ ബോണ്ടൊക്കെ നോക്കി, പേസി ഒന്നും പിടിച്ചിട്ടില്ല, എല്ലാം പക്കയായിട്ടുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളി. ഒന്ന് പയ്യെ റേസ് ചെയ്യാമോ? ഒന്നും കൂടെ. ഓക്കെ. അടിപൊളി. ഓഫാക്കിയോ ചേട്ടാ? അപ്പോൾ ലാസ്റ്റ് കാര്യം, ഈ വണ്ടി എന്നാ വില കൊടുക്കാൻ പറ്റും? ഈ വണ്ടി ലാസ്റ്റായിട്ട് 770 കൊടുക്കാം. കേരള നമ്പറാക്കി അവരുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് 770 കൊടുക്കാം. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം, പിന്നെ ബിസിനസിൻ്റെ ഒരു ഡീൽ അനുസരിച്ചിട്ട് ചെറിയൊരു നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാം. അല്ലേ? ഇൻഷുറൻസ് ഒക്കെയോ? ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറുതായി ചെയ്ത് കൊടുക്കും. അത് ബിസിനസിൻ്റെ ഡീൽ അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കും. ലൊക്കേഷൻ പറഞ്ഞേ? ലൊക്കേഷൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് പുറകില്ല. അല്ലേ? സ്ഥലത്തിൻ്റെ പേര് ശ്രീമൂല നഗരം, എടനാട്. എടനാടല്ലേ? ഓക്കെ. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, ചെല്ലുക, വണ്ടി കാണുക, ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ ഓക്കെ ഏട്ടാ. ഓക്കെ.